ശ്രീ KS അരുൺകുമാർ, ഇവിടെ കോടതി തന്നെ വെറുതെ വിട്ടതാണ് കൃഷ്ണകുമാറിനെ എന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ വിശദീകരണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതിന്റെ മേൽ ഇനി ഒരു നിയമപരിശോധനയും വേണ്ടായോ എന്ന ഒരാലോചന CPM-നോ സർക്കാരിനോ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു പരാതി പോലീസിന് കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. അതുപോലെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ മുന്നിലും ഒരു പരാതിയുമില്ല. BJP സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി ഏതായാലും പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. സുവമോട്ടോ കേസെടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് നിയമപരമായി പോലീസിനോ മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ പരാതി എന്തുകൊണ്ടാണ് അരുൺ പറയുന്നത്? കാരണം ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ വിക്ടിം പൊതുമണ്ഡലത്തിൽ പറഞ്ഞ വിവരങ്ങളൊന്നും ആരുടെയും മുമ്പിലില്ല. ഇപ്പൊ ചില മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്, ചില വീഡിയോ ക്ലിപ്പിംഗും ചാറ്റിംഗും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായി കോടതിയുടെ മുന്നിലാണ് അല്ലെങ്കിൽ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കണം എന്ന മാധ്യമങ്ങൾ പോലും അവരോട് സൂചിപ്പിക്കുന്നില്ല. അപ്പൊ പഴയ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന തരത്തിൽ അത്രയും വിപതി ധൈര്യത്തോടെ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ പരാതിക്കാരിക്ക് പൂർണ്ണമായും ഇല്ലായിരുന്നു എന്നെങ്ങനെ പറയാൻ കഴിയും? ഈ ചോദ്യത്തിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് ഈ കേരളത്തിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറ്റിക്കും. അതിനുവേണ്ടി ചില നമ്പറുകളുമായിട്ട് കോൺഗ്രസ് ഇറങ്ങി തിരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നിട്ട് രണ്ടാം ഭാഗം ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ ഉമാ തോമസും അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും അടക്കം നിരവധി നേതാക്കന്മാർ ആവശ്യപ്പെട്ട കാര്യം. ശ്രീ ഉമാ തോമസ് പറഞ്ഞ വാചകം, എന്റെ വീട്ടിൽ 1.5 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്, കൊച്ചുമക്കളുണ്ട്. എങ്ങനെ, ഞാൻ ബാക്കി പറയുന്നില്ല. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞ അതേ വാചകം തന്നെയാണല്ലോ CPM അടക്കം പറഞ്ഞത്. നടപടി സ്വീകരിക്കണം, MLA രാജിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്നലെ വന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ് ബോംബുണ്ട്, ഇപ്പൊ പൊട്ടും, അത് മറ്റത് മറിച്ചത്. ആ മുഖഭാവവും ആ മുഖത്ത് നവരസങ്ങളിൽ പെടാത്ത ചില രസങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഇല്ലാത്ത 2 കാര്യങ്ങൾ ചെയ്തു. ഒന്നേതാ, ഒരു കോൺഗ്രസിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഒരു കോൺഗ്രസുകാരനായി ആർജിച്ചെടുത്ത എല്ലാ പൊസിഷനിൽ നിന്ന് മാറ്റണം. അത് മാറ്റാതെ ഒരു നടപടി, അപ്പൊ ഭരണഘടനാ വിരുദ്ധമായ നടപടി. സസ്പെൻഷനാണോ, ഡിസ്മിസലാണോ, റിമൂവലാണോ ഒന്നും വ്യക്തമല്ല മിസ്റ്റർ. കൃത്യമായി 1 മാസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഈ പ്രശ്നങ്ങളൊന്ന് കലങ്ങി തെളിയണം. ഒരു കാര്യം ആദ്യത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ജിൻഡോ. CPM ആയാലും ഇടതുപക്ഷ സർക്കാരായാലും കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും ഒരു അന്വേഷണ സാധ്യത കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നവരൊരു നിലപാടിലേക്ക് എത്തുകയാണ്. പിന്നെ ബാക്കി വന്നിരിക്കുന്ന ഈ തുടരെയായി വന്നിരിക്കുന്ന നിങ്ങളെ പറ്റിയുള്ള വിമർശനത്തിനും അങ്ങേക്ക് മറുപടി നൽകാം ജിൻഡോ. അല്ല വേണു, എനിക്ക് ആദ്യം തന്നെ ഈ CPM-ന്റെ പ്രതിനിധി, ഇന്നിപ്പോൾ BJP-യുടെ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തത് നന്നായി. കാരണം 2 പേർക്കും കൂടി സമയം കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അരുൺകുമാർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാൻഡ് കൂടി. ഇപ്പോൾ BJP-ക്ക് ഔദ്യോഗികമായി പ്രതിനിധി ഇല്ല എന്നുള്ള പരാതി ഇല്ല എന്നുള്ള വാദം സ്വാഭാവികമായിട്ടും BJP പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് CPM-ന്റെ പ്രതിനിധി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം പൊതുമധ്യത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മൗനത്തിലായത് ആ വിഷയത്തെക്കുറിച്ചിട്ട് CPM-ആണ്. BJP-ക്കാർ അതിനെ എതിർത്ത് പ്രതികരിച്ചു. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകളും ആ കാര്യത്തിൽ പ്രതികരിച്ചു. മാധ്യമങ്ങൾ പ്രതികരിച്ചു. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കാത്ത ഒരേ ഒരു പാർട്ടി കേരളത്തിൽ പിണറായി വിജയന്റെ പാർട്ടിയാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോടതി വിട്ടത് കൊണ്ടാണ് കൃഷ്ണകുമാറിനെ CPM വിട്ടുകളയുന്നത്. കോടതി വിട്ടുകളഞ്ഞ കേസാണ് സോളാർ കേസ്, അല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങൾ സോളാർ കേസിന്റെ പേരിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങളുടെ നേതാക്കന്മാർ പണം ഓഫർ ചെയ്ത് ഗണേഷ് കുമാറിനെ കൊണ്ട് ഇടപെടൽ നടത്തിച്ച് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിക്കൊടുത്ത് ഉമ്മൻചാണ്ടിയെ അടക്കം പെടുത്തിക്കൊണ്ട് CBI അന്വേഷണത്തിന് പിണറായി വിജയൻ ശുപാർശ ചെയ്ത ആ സോളാർ കേസ് കോടതി വെറുതെ വിട്ടിട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ നിരവധി തവണ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ എന്തുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ ഒരു വാക്ക് കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ CPM-ന്റെ പ്രതിനിധിക്ക് കഴിയാത്തത്?
അത് പിന്നെ ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് പരാതിക്കാരി വേണ്ടത്ര ജാഗ്രതയോടുകൂടി ആദ്യ പരാതി ഏത് സിവിൽ കേസും മറ്റ് ക്രിമിനൽ കേസും കൊടുത്ത കൂട്ടത്തിൽ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്ന്. ഒരു പരാതിക്കാരിക്ക് ലൈംഗിക അധിക്ഷേപവും അക്രമവും നേരിട്ടതിനെ കുറിച്ചിട്ട് എപ്പോ പ്രതികരിക്കണമെന്ന് CPM മാറ്റി ചിന്തിച്ചു തുടങ്ങിയത് കൃഷ്ണകുമാറിന്റെ പരാതി വന്നപ്പോഴാണോ? അന്ന് പോലീസിനോട് മൊഴി കൊടുത്തു, അക്കാര്യത്തിൽ വേണ്ടത്ര അതിനനുസരിച്ചുള്ള വകുപ്പിട്ടില്ല എന്ന് പരാതിക്കാരി പറയുന്നു. അതിനുശേഷം BJPയുടെ നേതാക്കന്മാർ RSSന്റെ നേതാക്കന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞു, സഹായിച്ചില്ല. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് കത്ത് കൊടുത്തു. അങ്ങനെ ഒരു കത്തും പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കത്ത് KPCC പ്രസിഡന്റിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൊടുത്തതിന്റെ ഏതെങ്കിലും ഒരു കത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അരുൺ പറഞ്ഞ ഒരു കാര്യം, സ്വമേധയാ കൃഷ്ണകുമാറിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ എങ്ങനെയാ കേസെടുത്തത്? ആരാണ് പരാതിക്കാരി? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത്? എന്താ ഉറക്കം വരുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തേണ്ട ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്നുള്ള തോന്നൽ കേരളത്തിലുണ്ട്. അതിനപ്പുറത്ത് ശാസ്ത്രീയ പരിശോധനകളില്ലാതെ, പരാതിക്കാരിയില്ലാതെ, അടിസ്ഥാന വിവരങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കേസെടുക്കുകയും BJP നേതാവിനെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറയേണ്ടി വരും. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണഘടന പഠിക്കാൻ പോയ CPMന്റെ പ്രതിനിധി അവരുടെ സ്വന്തം ഭരണഘടന ഒന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ PK ശശിയുടെ, മുകേഷിന്റെ, ഗണേഷിന്റെ, ശശീന്ദ്രന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ, കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നിലപാട് ഒറ്റ വരി പ്രസ്താവനയുണ്ട്. KPCC പ്രസിഡന്റ് പരസ്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രസ്താവന. ഒറ്റ കാര്യം, ആ ദിവ്യഗർഭം ഉണ്ടായത് ബീഹാറിലാണ്. അതിന് നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടി പിരിവെടുത്ത്. ബിനോയ് കൊടിയേരിയുടെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.